ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസ് ആണ്. ആദ്യത്തെ പാഠം ദ ചെയിൻ ഓഫ് ലൈഫ്. ഈ പാഠഭാഗത്തിൻ്റെ ലെറ്റസ്റ്റ് അസസ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നത്. ഈ പാഠഭാഗത്തിൻ്റെ അവസാനമുള്ള ലെറ്റസ്റ്റ് അസസ് ചോദ്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നത്. ഈ പാഠഭാഗത്തിൻ്റെ ഉള്ളിലുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ആ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ അവസാനത്തിലുള്ള ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, ദ പ്ലാൻ വിത്ത് റെഡ് കളേർഡ് ലീവ്സ് കനോട്ട് പ്രിപ്പയർ ഫുഡ് ബൈ ദംസെൽസ്. ഡു യു എഗ്രി? വൈ? ചില ചെടികളുണ്ട് അല്ലേ, നിങ്ങളുടെ വീട്ടുമുറ്റത്തുള്ള ചെടികൾ തന്നെ ഉണ്ടാവും. ഇതുപോലത്തെ ചെടികൾ നിങ്ങളുടെ വീട്ടുമുറ്റത്തൊക്കെ ഉണ്ടാവും. ആ ചെടികൾക്ക് എങ്ങനെയാണ് ചുവന്ന കളറായിരിക്കും ഇലകൾ, അതിൻ്റെ നിറം ചുവന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവയ്ക്ക് ഭക്ഷണം ഉത്പാദിപ്പിക്കാൻ പറ്റുമോ എന്നതാണ് ചോദ്യം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്ലോറോഫിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്ലാന്റിന് ഭക്ഷണം ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലോറോഫിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രീൻ കളേർഡ് പിഗ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്ലോറോഫിൽ എന്ന് പറയുന്നത്. കണ്ടോ, ക്ലോറോഫിൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഇലകളുടെ ഉള്ളിലുള്ള ഈ ഒരു പിഗ്മെൻറ്റ്, ഈ ഒരു പച്ച കളർ പിഗ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലോറോഫിൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഉത്തരം, എന്താ വരുന്നത് നോക്കാം. നോ, ഐ ഡിസഗ്രി വിത്ത് ഇറ്റ്. ഞാൻ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട്, ആ ഒരു വാക്യത്തിനോട് യോജിക്കുന്നില്ല. കാരണം എന്താണ് നോക്കാം. ഈവൻ ദോ ദി ലീവ്സ് ആർ റെഡ് ദേ സ്റ്റിൽ കണ്ടെയ്ൻ ക്ലോറോഫിൽ. ആ ഇലകളുടെ നിറം ചുവപ്പാണെന്നുണ്ടെങ്കിലും, ചുവപ്പ് അതിലൊരു പിഗ്മെൻ്റ് ഉള്ള കാരണം, ആ ചുവപ്പ് കളർ നൽകുന്ന ഒരു പിഗ്മെൻ്റ് ഉള്ളത് കാരണമാണ് ഇലയ്ക്ക് ആ ചുവപ്പ് നിറം വരുന്നത്. ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്ന പിഗ്മെൻറ്റിനെയാണ് നമ്മൾ ക്ലോറോഫിൽ എന്ന് പറയുക. അപ്പോൾ ഈ ചുവപ്പ് നിറമുള്ള ഇലകൾക്ക് ഒരു സാന്തോഫിൽ എന്ന് പറഞ്ഞൊരു പിഗ്മെൻ്റ് ഉണ്ട്. ആ പിഗ്മെൻറ്റ് കൂടുതലുള്ളത് കാരണമാണ് എന്ത് വരുന്നത്? ആ ഇലകൾക്ക് ആ ചുവപ്പ് നിറം വരുന്നത്. പക്ഷേ ഇലകൾക്ക് ചുവപ്പ് നിറമായിരുന്നാലും എന്തുണ്ടെന്നാണ് പറയുന്നത്? ആ ഇലകളിലും ക്ലോറോഫിൽ എന്നുള്ളൊരു പിഗ്മെൻറ്റ് പ്രസൻ്റ് ആണ്. മനസ്സിലായോ? ആ ഇലകൾ ഇലകൾ ഏത് നിറത്തിൽ വേണമെങ്കിലും ആയിക്കോട്ടെ, ആ ഇലകളിൽ എന്തുണ്ടെന്നാണ് പറയുന്നത്? അതിൽ എന്നാലും ക്ലോറോഫിൽ എന്നുള്ള പറഞ്ഞൊരു പിഗ്മെൻറ്റ് ആ ഇലകളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ക്ലോറോഫിൽ അതിൽ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോട്ടോസിന്തസിസ് ചെയ്യാൻ സാധിക്കും. അതായത് പുറമേ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് സൂര്യപ്രകാശത്തിൻ്റെയൊക്കെ സഹായത്തോടു കൂടി ആ ഇലകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭക്ഷണം പ്രിപ്പയർ ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലേ? പ്ലാന്റ്സിന് വേണ്ടിയിട്ടുള്ള ഫുഡ് അവ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ എന്താണ് ഉത്തരം? ഇത് പറയാം. നോ, ഐ ഡിസഗ്രി വിത്ത് ഇറ്റ്. ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കുന്നില്ല. ഈവൻ ദോ ദി ലീവ്സ് ആർ റെഡ് ദേ സ്റ്റിൽ കണ്ടെയ്ൻ ക്ലോറോഫിൽ. ഇലകളുടെ നിറം ചുവപ്പായിരുന്നാലും ആ ഇലകളിൽ എന്തുണ്ടെന്നാണ് പറയുന്നത്? അതിൽ ക്ലോറോഫിൽ അടങ്ങിയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ സോ ദേ ക്യാൻ പെർഫോം ഫോട്ടോസിന്തസിസ് ആൻഡ് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. അതുകൊണ്ട് തന്നെ ആ ചെടികൾക്കും ആ ഇലകൾക്കും ഒക്കെ ഫോട്ടോസിന്തസിസ് ചെയ്തുകൊണ്ട് അതിന് ആവശ്യമായിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള കഴിവുണ്ട് എന്നാണ് ഉത്തരം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ ഒരു ഫുഡ് ചെയിൻ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇതാണ് പ്ലാന്റാണ് ആദ്യത്തെ സ്റ്റേജിൽ വരുന്ന പ്ലാന്റാണ്. ഇനി ഈ ചെടികൾ ആരാണ് തിന്നുന്നത്? ഗ്രാസ് ഹോപ്പർ, പുൽച്ചാടി തിന്നും. മോസ്കിറ്റോ, കൊതുക് കഴിക്കും അല്ലേ? കോക്രോച്ച്, നമ്മുടെ പാറ്റകൾ കഴിക്കും അല്ലേ? ഇനി ഗ്രാസ് ഹോപ്പറിന് ആരാ കഴിക്കുക? നമുക്കറിയാം, പുൽച്ചാടിയെയൊക്കെ തവള തിന്നാറുണ്ട് അല്ലേ? മോസ്കിറ്റോനെയോ കൊതുകിനെയും തവളകൾ തിന്നും. കോക്രോച്ചിന് നമ്മുടെ വീട്ടിലുള്ള പല്ലികളൊക്കെ ഉണ്ടെങ്കിൽ അവ കഴിക്കാറുണ്ട്. ഇനി ഫ്രോഗിനെയും ഈ ലിസാർഡിനെ, പല്ലിയെയൊക്കെ തിന്നുന്നത് ആരാണ്? സ്നേക്ക്, പാമ്പാണ് അല്ലേ? അപ്പോൾ അത് നമുക്കറിയാം. അപ്പോൾ എന്താ ചോദ്യം നോക്കാം. വാട്ട് വിൽ ഹാപ്പൻ ടു ദിസ് ഫുഡ് വെബ് ഇഫ് ദ നമ്പർ ഓഫ് ഫ്രോഗ് ഡിക്രീസ്? ഇപ്പോൾ ഇവിടെ ഒരു ഫുഡ് വെബാണ് അല്ലേ? ഇവിടെ ഒരു ഫുഡ് വെബ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ ഫ്രോഗ്സ്, തവളകളുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. തവളകളുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ തവളകളാണ് എന്തിനെ തിന്നുന്നത്? ഈ ഗ്രാസ് ഹോപ്പറിനെ അല്ലേ? പുൽച്ചാടിയെയും അതുപോലെ തന്നെ എന്തിനേയും തിന്നുന്നത്? മോസ്കിറ്റോസിനെയും ഒക്കെ തിന്നുന്നത് അല്ലേ? അപ്പോൾ ഈ ഫ്രോഗ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ, തവള ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഈ ഗ്രാസ് ഹോപ്പറിനെയും മോസ്കിറ്റോനെയൊക്കെ തിന്നാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇപ്പോൾ 100 എണ്ണമുള്ള പുൽച്ചാടിയെങ്കിലും എന്താണ്, കുറച്ച് കഴിയുമ്പോൾ അത് 200ഉം 500ഉം ഒക്കെ ആയിട്ട് എണ്ണം കൂടും. അതുപോലെ തന്നെയാണ് മോസ്കിറ്റോ അല്ലേ? ഇപ്പോൾ 10 കൊതുക് നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ളെങ്കിൽ ഈ ഫ്രോഗ്, തവളയൊക്കെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണം മെല്ലെ 50ഉം 100ഉം ഒക്കെ ആയിട്ട് കൂടിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ അതെന്താ ചെയ്യുക? അപ്പോൾ ഈ ഇതിൻ്റെയൊക്കെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അല്ലേ, ഈ പുൽച്ചാടിയുടെയും കൊതുകിൻ്റെയൊക്കെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ എന്താണ്? എണ്ണം കൂടുന്നതിനനുസരിച്ച് അവർക്ക് എന്തും വേണം? ഭക്ഷണവും കൂടുതൽ വേണം അല്ലേ? പണ്ട് 10
പുൽച്ചാടി തിന്നിരുന്ന ഭക്ഷണമല്ല ഇപ്പോൾ 100 പുൽച്ചാടി ഉണ്ടെങ്കിൽ അതിന് വേണ്ടത്, അതിന് കൂടുതൽ ഭക്ഷണം വേണം. അപ്പോൾ അതെന്ത് ചെയ്യും? ആ ചുറ്റുമുള്ള ചെടികളുടെ ഇലകൾ മുഴുവൻ തിന്നു തീർക്കും അല്ലേ? അപ്പോൾ അത് നമ്മുടെ ഇക്കോസിസ്റ്റത്തിനെ തന്നെ, നമ്മുടെ ആ സന്തുലിത അവസ്ഥയെ തന്നെ ഓപ്പോസിറ്റായിട്ട് പ്രതികൂലമായി ബാധിക്കുമെന്നാണ് നമുക്ക് ഉത്തരം പറയാൻ പറ്റുന്നത്. ഇഫ് ദ നമ്പർ ഓഫ് ഫ്രോഗ്സ് ഡിക്രീസ് ദ നമ്പർ ഓഫ് ഇൻസെക്ട്സ് വിൽ ഇൻക്രീസ് അല്ലേ? തവളയുടെ എണ്ണം കുറയുമ്പോൾ ഇൻസെക്ട്സ്, അതായത് ഗ്രാസ് ഹോപ്പറിൻ്റെയും അതുപോലെ തന്നെ മോസ്കിറ്റോൻ്റെയും എണ്ണമൊക്കെ വല്ലാണ്ട് വർദ്ധിക്കും. ദീസ് ഇൻസെക്ട്സ് വിൽ ഡിസ്ട്രോയ് ക്രോപ്സ് ആൻഡ് ഡാമേജ് ഇക്കോസിസ്റ്റം. ഇങ്ങനെയുള്ള പുൽച്ചാടികളൊക്കെ നമ്മുടെ ചുറ്റുമുള്ള ചെടികളുടെ ഇലകൾ മുഴുവൻ തിന്നു തീർത്തുകൊണ്ട് നമ്മുടെ ഇക്കോസിസ്റ്റത്തിനെ തന്നെ തകരാറിലാക്കുമെന്നാണ് ഉത്തരം പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെയോ ആലോചിക്കാം, ഈ ഒരു രീതിയിലും കൂടി വേണമെങ്കിൽ ഉത്തരം പറയാം. കാരണം എന്താണ്? ഈ സ്നേക്ക്, ഏറ്റവും അവസാനം വരുന്ന സ്നേക്ക് തിന്നത് എന്തിനെയൊക്കെയാണ്? കൂടുതലായിട്ടും അത് കഴിക്കുന്നത് എന്തിനെയാണ്? തവളയെയാണ് കഴിക്കുന്നത്. ഫ്രോഗ്സ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എന്തുണ്ടാവും? സ്നേക്കിന് പിന്നെ തിന്നാൻ ഭക്ഷണത്തിൻ്റെ കുറവുണ്ടാവും അല്ലേ? ഭക്ഷണം കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുണ്ടാവും? ഇഫ് ദ ഫ്രോഗ്സ് ഡിക്രീസ് ദ നമ്പർ ഓഫ് സ്നേക്സ് വിൽ ഓൾസോ ഡിക്രീസ്. എന്തുകൊണ്ടാണ്? സ്നേക്സ് ഭക്ഷണം കിട്ടാതെ ചത്തു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരാം. അപ്പോൾ അങ്ങനെ സ്നേക്കും നമ്മുടെ ഇക്കോസിസ്റ്റത്തിൽ ഇല്ലാതായി തീരാമെന്നും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാം. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഒബ്സർവ് ദി ഇല്ലസ്ട്രേഷൻ ആൻഡ് കംപ്ലീറ്റ് ദി സ്റ്റേജസ് ഓഫ് ഗേഷ്യസ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ്. കണ്ട, ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ഈ പാഠഭാഗത്തിൽ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. എന്താണ് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ ചെടിയുടെ ചുറ്റും എന്തുണ്ട്? അറ്റ്മോസ്ഫിയറിക് എയർ, അതായത് വായു ഉണ്ട്. ആ വായുവിൽ നിന്ന് എന്താണ് ഈ പ്ലാന്റ് വലിച്ചെടുക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? അതിന് ഫോട്ടോസിന്തസിസ്, അതിന് ഭക്ഷണം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. ഇനി ഭക്ഷണം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് പുറന്തള്ളുന്നത് എന്താണ്? നമുക്ക് എല്ലാവർക്കും ആവശ്യമായ നമ്മുടെ ജീവവാതകമായ ഓക്സിജനാണ് അത് പുറന്തള്ളുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗമാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ആദ്യം എന്താണ്? അറ്റ്മോസ്ഫിയറിക് എയർ എൻറ്റേഴ്സ് ദ പ്ലാന്റ്. പുറമേ നിന്നുള്ള വായു എവിടേക്ക് പോകുന്നു? ആ പ്ലാന്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു. ഫോട്ടോസിന്തസിസ് ടേക്ക് പ്ലേസ് യൂസിങ് ദ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയറിക് എയർ. പുറമേയുള്ള ആ കാർബൺ ഡൈ ഓക്സൈഡ്, ആ വായുവിലുള്ള ആ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചുകൊണ്ട് പ്ലാന്റ് ഫോട്ടോസിന്തസിസ് നടത്തുന്നു. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പ്രകാശ സംശ്ലേഷണം എന്നാണ് അർത്ഥം വരുന്നത്. ഇനി ഇവിടെ ബാക്കി ഇവിടെ എഴുതിയിട്ടില്ല, ഈ ഭാഗമാണ് നിങ്ങളോട് ഫില്ല് ചെയ്യാൻ പറയുന്നത്. അവിടെ എഴുതേണ്ടത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്സിജൻ പ്രൊഡ്യൂസ് ബൈ ഫോട്ടോസിന്തസിസ് ഈസ് റിലീസ് ബൈ ദ പ്ലാന്റ്. എന്താണ്? ആ പ്ലാന്റിൽ അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള, അത് ഉണ്ടാക്കിയിട്ടുള്ള ഓക്സിജൻ റിലീസ് ചെയ്യുന്നു, പുറത്തേക്ക് വിടുന്നു. അതായത് ഓക്സിജൻ ആ പ്ലാന്റ്, ആ ചെടി പുറത്തേക്ക് വിടുന്നു. അടുത്തത് എന്താ? ഓക്സിജൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് യൂസ്ഡ് ബൈ പ്ലാന്റ്സ് ഫോർ റെസ്പിറേഷൻ. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്വസനം അല്ലേ? അപ്പോൾ രാത്രി കാലങ്ങളിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറുള്ള ഓക്സിജനാണ് പ്ലാന്റ്സ് വലിച്ചെടുക്കുന്നത് അല്ലേ? രാവിലെ എന്താ ചെയ്യുന്നത്? രാവിലെ അത് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഫോട്ടോസിന്തസിസിലൂടെ ഉണ്ടാക്കുന്നു അല്ലേ? ഇലകളിലൊക്കെ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്, സ്റ്റൊമാറ്റോ ഉണ്ട്, അതിലൂടെ വലിച്ചെടുത്തിട്ട് അത് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. രാത്രി ആകുമ്പോഴെന്താണ്? സൂര്യപ്രകാശം ഇല്ല. അതുപോലെ തന്നെ ആ ചെറിയ ചെറിയ സ്റ്റൊമാറ്റോ സുഷിരങ്ങളുണ്ടല്ലോ, ആ ഒരു ഹോൾസ് ഉണ്ടല്ലോ, അത് അടയുകയും ചെയ്യും. അപ്പോൾ രാത്രി പ്ലാന്റ്സിൽ നടക്കുന്നത് എന്താണ്? ഫോട്ടോസിന്തസിസ് അല്ല നടക്കുന്നത്, റെസ്പിറേഷനാണ് നടക്കുന്നത്. അതായത് ഈ ഓക്സിജൻ്റെ സഹായത്തോടു കൂടി അതുണ്ടാക്കിയ ഭക്ഷണത്തെ അത് സ്പ്ലിറ്റ് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡും വെള്ളമായിട്ട്. ഓക്കെ, അപ്പോൾ രാത്രി കാലങ്ങളിൽ നടക്കുന്ന എന്താണ്? റെസ്പിറേഷനാണ്. അപ്പോൾ ഓക്സിജനാണ് ആ പ്ലാന്റ് വലിച്ചെടുക്കുന്നത്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ബൈ റെസ്പിറേഷൻ ഓഫ് പ്ലാന്റ്സ് ഈസ് റിലീസ്ഡ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. എന്താ ചെയ്യുന്നത്? അപ്പോൾ റെസ്പിറേഷൻ്റെ ഭാഗമായിട്ട്, ആ ശ്വസനത്തിൻ്റെ ഭാഗമായിട്ട് ആ പ്ലാന്റ്സിൽ ഉള്ള കാർബൺ ഡൈ ഓക്സൈഡാണ് അത് പുറന്തള്ളുന്നത്. ഓക്കെ, ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. രാവിലെ കാലങ്ങളിൽ സൺലൈറ്റിൻ്റെ പ്രകാശത്തിൽ എന്താ ഉണ്ടാക്കുന്നത്? ആ പ്ലാന്റ്സ് ഇലകളുടെ സഹായത്തോടു കൂടി അത് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? അതാണ് ആദ്യത്തെ ആ പിക്ചർ ഫോട്ടോസിന്തസിസിൻ്റെ. രാത്രി എന്താ ചെയ്യുന്നത്? രാത്രി അത് വലിച്ചെടുക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, അതായത് അറ്റ്മോസ്ഫിയറിലുള്ള വായുവിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അല്ല അത് വലിച്ചെടുക്കുന്നത്. എന്താണ്? ഓക്സിജനാണ് അത് വലിച്ചെടുക്കുന്നത്. കണ്ടോ? എയറോ കണ്ടോ? ഓക്സിജൻ്റെ അവിടെ, അതാണ് പ്ലാന്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. ഇനി പുറത്തേക്ക് പോകുന്നത് എന്താ? ആ ചുവപ്പ് എയറോ നോക്കിയേ, കാർബൺ ഡൈ ഓക്സൈഡാണ് അത് പുറത്തേക്ക് വിടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്തിൻ്റെ ലേറ്റസ്റ്റ് എസ്എസ് ചോദ്യങ്ങൾ വരുന്നത്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്